നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേയ്സ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. കൊടുങ്ങല്ലൂരിൽ കൂട്ടവാഹനാപകടം, 4 പേർക്ക് പരിക്കേറ്റു. ചേരമാൻ ജുമാ മസ്ജിദിന് സമീപം ഇന്ന് വൈകിട്ടാണ് അപകടമുണ്ടായത്. കൊടുങ്ങല്ലൂരിൽ നിന്നും എറണാകുളത്തേക്ക് രോഗിയുമായി പോകുകയായിരുന്ന സാന്ത്വനം ആംബുലൻസ്, കാർ, ഓട്ടോറിക്ഷ, ബൈക്ക് എന്നിവയാണ് അപകടത്തിൽപ്പെട്ടത്. തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. ജില്ലയിൽ മഴയും കാറ്റും തുടരുന്നതിനാലും പല സ്കൂളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്നതിനാലും ദുരന്ത സാഹചര്യം ഒഴിവാക്കുന്നതിനുള്ള മുൻകരുതൽ നടപടിയുടെ ഭാഗമായാണ് വ്യാഴാഴ്ച ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചത്. വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് കൊമ്പത്തുകടവ് ഡിവിഷനിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDFന് വിജയം. CPI പ്രതിനിധി സുമിത ദിലീപ് 259 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് വിജയിച്ചു. കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലെ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട അവലോകന യോഗം നടന്നു. മാള ബ്ലോക്ക് പഞ്ചായത്തിൽ ചേർന്ന യോഗത്തിൽ VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. 52 ദിവസം നീണ്ടുനിന്ന നിരോധനത്തിന് ശേഷമാണ് ബോട്ടുകൾ അർദ്ധരാത്രി കടലിലേക്ക് ഇറങ്ങുന്നത്. കനത്ത മഴയും ഉയർന്ന തിരമാലകളും കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുകളും തൊഴിലാളികളിൽ ആശങ്ക ഉയർത്തുന്നുണ്ടെങ്കിലും വറുതിക്കാലം അവസാനിക്കുന്നതിന്റെ ആവേശത്തിലാണ് കടലോരം. മഴ ശക്തമായി തുടരുന്നതിനാലും ചാലക്കുടിപ്പുഴ കര കവിഞ്ഞതിനാലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിടങ്ങൾ ജില്ലാ കളക്ടറും MP-യും MLA-യും അടങ്ങുന്ന സംഘം സന്ദർശിച്ചു. ജില്ലാ കളക്ടർ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ചു. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ വെള്ളിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ബുധനാഴ്ച തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. കൂടൂർ പഞ്ചായത്തിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിൽ. ശക്തമായ മഴയും ചാലക്കുടിപ്പുഴ കര കവിയുകയും ചെയ്തതിനെ തുടർന്ന് റോഡുകളിലേക്കും വീടുകളിലേക്കും വെള്ളം കയറി. തൊപ്പുംതറ ഭാഗത്തെ 8ഓളം വീട്ടുകാരെ കുണ്ടൂർ സ്കൂൾ ക്യാമ്പിലേക്ക് മാറ്റി. ആലമറ്റത്ത് വെള്ളം ട്രാൻസ്ഫോർമറിന് സമീപം വരെ ഉയർന്ന സാഹചര്യത്തിൽ ഫ്യൂസീരി പ്രദേശത്ത് ചൊവ്വാഴ്ച മുതൽ വൈദ്യുതി മുടങ്ങി. ചാലക്കുടിപ്പുഴയിൽ കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി. കാലടി പ്ലാന്റേഷൻ അതിരപ്പള്ളി ഡിവിഷനിൽ TSR ഫാക്ടറിക്ക് സമീപം പുഴയരികിലാണ് കൊമ്പന്റെ ജഡം കിടക്കുന്നത്. മലവെള്ളത്തിൽ ഒഴുകി വന്നതാണ് എന്നാണ് നിഗമനം. ജഡം കണ്ട നാട്ടുകാർ വനപാലകരെ വിവരം അറിയിച്ചു. മണലിപ്പുഴ കര കവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് ആമ്പല്ലൂരിലും പരിസര പ്രദേശങ്ങളിലും ക്രമാതീതമായി വെള്ളം ഉയർന്നു. ആമ്പല്ലൂർ കനാലിന് സമീപത്തും കേളി പ്രദേശത്തും നിരവധി വീടുകളിൽ വെള്ളം കയറി. ഇവിടെ കുടുങ്ങിക്കിടന്ന നിരവധി വീട്ടുകാരെ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേയ്സ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.